കോഴിക്കോട് ചേവായൂർ പാലക്കോട്ട് വയൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തിൽ 10 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയ 10 പേരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയാണ്. മേഘ മാധവൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് പാലക്കോട്ട് വയലിൽ സംഭവിച്ചതെന്ന്, അവിടുത്തെ തുടർ നടപടികൾ എങ്ങനെയാണെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. പാലക്കോട്ട് വയലിലെ തുടർ നടപടികൾ ഇനി എങ്ങനെയാണ്? വലിയ സംഘർഷമായിരുന്നു ഉണ്ടായത്. അപ്പോൾ പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് തരത്തിലാണ്? മനു, കോഴിക്കോട് ചേവായൂർ പാലക്കോട്ട് വയലിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് ഇന്നലെ ഒരു 20കാരൻ കൊല്ലപ്പെട്ടത്. അതിൽ 10 പേരുടെ അറസ്റ്റ് ഇന്നലെ രാത്രിയോടുകൂടി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ഒരാൾ ജുവനയിലാണ്, പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 18 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ 8 പേർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ആരൊക്കെയാണ് ഈ അക്രമി സംഘത്തിൽ ഉണ്ടായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പരിശോധിച്ചു വരുന്നത്. ഒരു പക്ഷേ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇത് ഒരു കോളേജിലെ, അതായത് ഈ പ്രതികളിൽ ഒരാളായ വിജയ് മനോജും ഈ കൊല്ലപ്പെട്ട സൂരജിന്റെ സുഹൃത്ത് അശ്വന്തും പഠിക്കുന്ന കോളേജിൽ, SNES കോളേജിൽ ഒരു കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു. കാർ കോളേജിനുള്ളിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് ഈ അശ്വന്തിനോട് ഈ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. അവിടെ ഒരു നിസ്സാരമായൊരു പ്രശ്നമാണ് ഒരു ക്ഷേത്ര ഉത്സവത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ തർക്കത്തിലേക്കും അതൊരു കൊലപാതകത്തിലേക്കും കലാശിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ പ്രതികളിൽ എല്ലാം 20ഉം 21 ഒരാൾ മാത്രമാണ് മുതിർന്ന ആളുള്ളത്. ബാക്കിയെല്ലാം 20ഉം 21ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ് എന്നതാണ് അതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം. കഴുത്തിനേറ്റ ചവിട്ടാണ് ഈ സൂരജിൻ്റെ മരണകാരണമായിരിക്കുന്നത് എന്ന് ഇന്നലെ പ്രാഥമിക റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഭീകരമർദ്ദനത്തിന് സൂരജ് ഇരയായി എന്നതാണ് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കോളേജിലെ ഒരു നിസ്സാരമായ പ്രശ്നം വലിയൊരു സംഘർഷത്തിലേക്കും പിന്നീട് അതൊരു കൊലപാതകത്തിലേക്കും കലാശിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്ര ഉത്സവത്തിൽ ആളുകളെ ഒരു ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോയാണ് ഈ സൂരജിനെയും അശ്വന്തിനെയും മർദ്ദിച്ചത്. അശ്വന്ത് വലിയ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു. പക്ഷെ അശ്വന്തിനെ രക്ഷിക്കാൻ പോയ സൂരജാണ് കൊല്ലപ്പെടുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ നിലവിൽ 8 പേരെ കൂടി 18 പേർക്കെതിരെയാണ് കേസെടുത്തത്. അതിൽ കൂടുതൽ അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. മനു.